ബഹുമാന്യരാകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നമ്മുടെ കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്ക് ശേഷം വളരെ തിടുക്കത്തോടെ ദൈവസന്നിധാനത്തിൽ വന്നു ചേരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സമയമൊട്ടും കളയാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ രാത്രി സമയം നമ്മൾ തുടർന്നുള്ളതാകുന്ന വേദഭാഗമാണ് ചിന്തിപ്പാനായി താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ച വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ളതാകുന്ന ആ തിരുവചന ഭാഗങ്ങളാണല്ലോ കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ ശേഷം ആ വലിയ നന്മ എന്തെന്നുള്ളത് പൗലോസ് പറയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചവസാനിപ്പിച്ചത് പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നു. ഒന്ന്, മുന്നറിവ്, മുൻ നിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുകയുണ്ടായി, വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അവിടെ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ വിശുദ്ധീകരണം എന്നുള്ളത് തേജസ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. ആ കാര്യം നിങ്ങൾ മറന്നു പോകുവാൻ പാടില്ല. പ്രത്യേകിച്ചൊരു കാര്യം, സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗ്ലോറി ബിഗാൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഈസ് സാങ്ക്ടിഫിക്കേഷൻ കൺസ്യൂമേറ്റഡ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് മഹത്വീകരണത്തിൻ്റെ തുടക്കവും, മഹത്വീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൻ്റെ സമ്പൂർണതയുമാണെന്നുള്ള വിഷയം ദൈവവചന പ്രകാരം നമ്മൾ ചിന്തിച്ചു. ഇത് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാലും മനസ്സിലാകും. 2 തെസ്സലോനിക്കർ 1:9 അവിടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരിൽ മഹിമപ്പെടും എന്ന് പൗലോസ്ലീഹ പറയുന്നു. അത് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. ആ വാക്യം മാത്രം ഒന്ന് വായിച്ച്, അത് അവിടെ ഞാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് അത് നോക്കുക. അപ്പോൾ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് വരുമ്പോൾ, ആ പ്രത്യേക വേദഭാഗം നമ്മളവിടെ അങ്ങനെ വായിക്കുന്നു. ആ പദപ്രയോഗം, വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് വരുമ്പോൾ, അതാണ് മഹത്വീകരണം അല്ലെങ്കിൽ തേജസ്കരണം. എന്നാൽ അതിന് 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരയണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അത് ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ വിശുദ്ധീകരണം എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് അവിടെ നിങ്ങളിൽ കർത്താവ് നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും മഹത്വപ്പെടേണ്ടതിന് എന്ന വാക്കിനാൽ പൗലോസ് അർത്ഥമാക്കുന്നത്. ആകട്ടെ, ആ വിഷയം പറഞ്ഞു വന്നേ ഉള്ളൂ. നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 39 വരെയുള്ള ആ വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിപ്പാനായി പോകുന്നത്. അത് മുഴുവൻ ഭാഗവും ഒരു പക്ഷേ നമുക്കിന്ന് കവർ ചെയ്യുവാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും കവർ ചെയ്യുവാൻ കഴിയുന്നത്രയും ഭാഗം നമുക്ക് ചിന്തിക്കാൻ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദയവായിട്ട് ആ വേദഭാഗം ഒന്ന് ഉറക്കെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. Romans 8:31-39. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം
ശിക്ഷ വിധിക്കുന്നവനാ. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ 30 വാക്യങ്ങളിൽ പൗലോസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് താൻ പറയുകയും അതിൻ്റെ പരിഹാരത്തിനായി ദൈവം എന്താണ് അവിടുത്തെ കൃപാദാനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് താൻ പറഞ്ഞു. നമ്മുടെ പാപത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മുൻപാകെ നമുക്ക് നിൽപ്പാൻ കഴിവില്ലാതെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, പ്രത്യാശയില്ലായ്മയെക്കുറിച്ച്, ഇങ്ങനെയുള്ള അനവധി മാനുഷിക പ്രശ്നങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ പര്യാപ്തമാണെന്നുള്ള സന്ദേശമാണ് ആദ്യത്തെ 30 വാക്യങ്ങളിൽ പൗലോസ് നൽകുന്നത്. പ്രധാനമായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട 4 കൃപാദാനങ്ങളെ കുറിച്ച് പൗലോസ് ഈ 30 വാക്യങ്ങളിൽ വിശദീകരിച്ചു. ഒന്ന്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദൈവത്തിൻ്റെ നീതി നമുക്ക് ദൈവം നൽകി, ആ നീതി എന്ന ദാനം. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ദാനം. ആ പരിശുദ്ധാത്മാവിനാലാണ് ജയകരമായി നമുക്ക് ജീവിപ്പാൻ കഴിയുന്നത്. അതേ പരിശുദ്ധാത്മാവിലാണ് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മരിപ്പിക്കുവാൻ കഴിയുന്നത്. അതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത് എന്ന് വേണ്ട ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. 3-മതായിട്ട് നമുക്ക് പുത്രത്വം എന്ന പദവി, ആ വലിയ കൃപാദാനം ദൈവം തന്നെന്നുള്ളത് പൗലോസ് പറഞ്ഞു. 4-മതായിട്ട് ദൈവം നമ്മിൽ തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിച്ച് നമ്മെ സുരക്ഷിതമായിട്ട് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധാനത്തിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പ് 28 മുതൽ 30 വരെയുള്ളതാകുന്ന വാക്യത്തിൽ പൗലോസ് ശ്ലീഹ നൽകി. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഇവിടെ പൗലോസ് ഈ ലേഖനം ലഭിച്ചവരോട്, അല്ലെങ്കിൽ നമ്മളോടെല്ലാം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ദൈവം തൻ്റെ വലിയ കൃപയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് what should be our response? How can we respond to that? അതാണ് ഈ 31 മുതലുള്ളതാകുന്ന വാക്യത്തില് പൗലോസ് പറയുന്നത്. ഈ പ്രത്യേക ഭാഗം താൻ അവസാനിപ്പിക്കുന്നത് ഇതിനു മുൻപ് താൻ ഉപയോഗിച്ചതാകുന്ന ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. 6-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു. 7-ാം അധ്യായം 7-ാം വാക്യത്തിലും അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ച് എന്താ പറയേണ്ടത്. അത് തന്നെയാണ് ഈ 8-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തും പൗലോസ് ശ്ലീഹ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തുടർന്ന് 5 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു റെസ്പോൺസ് പൗലോസ് നൽകുന്നത്. He asks one question, then along with that he asks
another question, then again another question, and again another question, and he concludes with a question. 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുകളിൽ പറഞ്ഞതാകുന്ന വിഷയങ്ങളെ താന് ഉപസംഹരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഭാഗത്ത് ദൈവത്തിന്റെ കൃപയുടെ ദാനങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഇവിടെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ കൃപയുടെ ദാനങ്ങൾ നമ്മൾ അനുഭവിച്ചു എന്ന് ആദ്യത്തെ ഭാഗത്ത് 30 വാക്യങ്ങളിൽ പറഞ്ഞെങ്കിൽ അത് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പര്യാപ്തമാണ്. ദ ആഡിക്വസി ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്, സകലതിനും മതിയായതാണ് ദൈവകൃപ എന്ന് പറഞ്ഞിട്ട് ഈ അവസാന ഭാഗത്ത് ഈ 9 വാക്യങ്ങളിൽ താൻ പറയുവാൻ അല്പം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അവിടെ താൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ സർവ കൃപാലുവാകുന്ന ദൈവം, അല്ലെങ്കിൽ സർവ കൃപയുടെയും മുകളിൽ പറഞ്ഞ സകല കൃപാദാനത്തിൻ്റെയും ഉറവിടമാകുന്ന ദൈവം മതിയായവനാണ് എന്ന ചിന്തയാണ് അടുത്ത 9 വാക്യങ്ങളിൽ താൻ പറയുന്നത്. ശ്രദ്ധിക്കണം, ആദ്യത്തെ 30 വാക്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായതാണ്. The grace of God is adequate for all our problems. All problems എന്ന് പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമാകുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ രണ്ടാമത് ഈ 9 വാക്യങ്ങളിൽ തുടർന്ന് പറയുന്നത് ഈ സകല കൃപയുടെയും ഉറവിടമാകുന്ന ദൈവത്തെക്കുറിച്ച്. അല്ലെ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ആദ്യം ദാനങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പൊ അല്പം ഒരു സ്ലൈറ്റ് ഡിഫറൻസ് നൽകിക്കൊണ്ട് ദാതാവിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നോക്കിയേ, വേറൊന്നുമല്ല, ഞാൻ തന്നെ എന്താണ്? നിന്റെ പരിചയമാണ്, ഞാൻ തന്നെ നിന്റെ പ്രതിഫലമാണ്. ഐ ആം ദൈ എക്സീഡിങ് റിവാർഡ് ആൻഡ് ഐ ആം ദൈ ഷീൽഡ്. ഒന്നുകൂടെ ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേദഭാഗം ഉദ്ധരിച്ച് നിങ്ങളോട് പറയാം. 73-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. 73-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ ആലോചനയാൽ, അവിടുത്തെ ആലോചനയാൽ അവിടുന്ന് എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വേണേ പറയാം, അവിടുത്തെ ആലോചനയാൽ അവിടുന്ന് എന്നെ നടത്തുന്നു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുന്നു. എന്നാൽ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയാം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, പിന്നെ എന്റെ മാംസവും എന്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ആ വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തെ 30 വാക്യങ്ങളിൽ ദൈവകൃപയുടെ പര്യാപ്തത, the adequacy of the grace of God for all our problems. ദൈവകൃപ മതിയായതാ. 31 മുതൽ 39 വരെ the adequacy of the God of grace. ദൈവം, സർവകൃപയുടെയും ഉറവിടമാകുന്ന ദൈവം മതിയായവനാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതാകുന്ന വിഷയം. അങ്ങനെ ഈ വിഷയം പൗലോസ്ലീഹ നമ്മെ ഗ്രഹിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ താൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ്
നമ്മൾ ഈ രാത്രിയിൽ 5 ചോദ്യവും വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല, കഴിയുന്നിടത്തോളം. എന്നാൽ ആദ്യമേ ആ 5 ചോദ്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറയും. ചോദ്യങ്ങളിൽ ഉത്തരം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതാണ് ഈ ചോദ്യങ്ങളുടെ സവിശേഷത. ഇതിനെ nobody can answer the questions. അതായത് പൗലോസ് വളരെ ധൈര്യത്തോടെ ഉറപ്പോടെ തല ഉയർത്തി താൻ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പറയുക. അതിനെ ചലഞ്ച് ചെയ്യാൻ ഈ യൂണിവേഴ്സിൽ, ഈ അഖിലാണ്ട കടാഹത്തിൽ യാതൊന്നിനും കഴിയത്തില്ലെന്നുള്ള ഉറപ്പോടെ 5 ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പൗലോസ് പറയുക. നമുക്ക് പെട്ടെന്ന് കഴിയുന്നിടത്തോളം ആ ഭാഗം ചിന്തിപ്പാനായിട്ട് പരിശ്രമിക്കാം. 5 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ വേദപുസ്തകം വായിച്ചു നോക്കിയാൽ, ആ ഭാഗം ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തെ ചോദ്യം 31-ാമത്തെ വാക്യത്തിലാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാകാം. രണ്ടാമത്തെ ചോദ്യം 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നാലാമത്തെ ചോദ്യം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? അഞ്ചാമത്തെ ചോദ്യം 35-ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ഈ 5 ചോദ്യങ്ങളാണ് ഈ വേദഭാഗം നമുക്ക് പഠിപ്പാനുള്ള, ചിന്തിപ്പാനുള്ള ആ താക്കോൽ, കീ. അതുകൊണ്ട് അതൊന്നൊന്നായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം, ഇഫ് ഗോഡ് ഈസ് ഫോർ us, who is against us, or who can be against us? ആ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം മാത്രമായിരുന്നു താൻ പറഞ്ഞിരുന്നെങ്കിൽ അതിന് മറുപടിയായിട്ട് ഒത്തിരി ഉത്തരങ്ങൾ ലഭിക്കും. ഒന്നാമതായിട്ട് അതിന് 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, താഴോട്ട് വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ്? പ്രതികൂലമാണ്. പിന്നെ ദൈവത്തിലെ വചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോകം നമുക്ക് പ്രതികൂലമാണ്. ലോകം പ്രതികൂലമല്ലെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് us. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ പകച്ച് ലോകം നിങ്ങളെയും എന്ത് ചെയ്യും? പകയ്ക്കും. ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തിന്റെ കളറാ നമുക്കെന്നാണ് അതിന്റെ അർത്ഥം. ലോകം പ്രതികൂലമാണ്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഉള്ളതാകുന്ന ദ ഇൻഡ്വെല്ലിംഗ് സിൻ, അത് നമുക്ക് പ്രതികൂലമാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കുന്ന തിന്മ, അതിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഇൻഡ്വെല്ലിംഗ് സിൻ, അത് നമുക്ക് പ്രതികൂലമാണ്. അതുപോലെ മരണത്തിന്റെ ശക്തി, അല്ലെങ്കിൽ അത് കുറഞ്ഞ് അതിന്മേൽ കർത്താവ് ജയം നേടിയെങ്കിലും ഒടുക്കത്തെ ശത്രുവായിട്ടാ മരണം നീങ്ങിപ്പോകുന്നത്. അപ്പം ഫിസിക്കൽ ഡെത്ത്, അത് നമുക്ക് പ്രതികൂലമാണ്. പിന്നെ എബ്രായർ 2:14 അടിസ്ഥാനത്തിൽ മരണാധികാരി ആയിരുന്ന പിശാച് നമുക്കെന്താ? പ്രതികൂലമാണ്. പിന്നെ വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയും നമുക്കെന്താ? നമുക്ക് പ്രതികൂലമാണ്. ലോകം നമുക്ക് പ്രതികൂലം, ജഡം നമുക്ക് പ്രതികൂലം, പിശാച് നമുക്ക് പ്രതികൂലം. ഇതെല്ലാം നമുക്ക് പ്രതികൂലമാണ്. എന്നാൽ ഈ ചോദ്യത്തിലൂടെ പൗലോസ് നമ്മെ ഗ്രഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം,
നമുക്ക് പ്രതികൂലമാണെങ്കിലും ആത്യന്തികമായി യാതൊരു പ്രതികൂലത്തിനും നമ്മെ തകർത്ത് കളവാൻ കഴിയത്തില്ല. കാരണം ദൈവം നമുക്ക് അനുകൂലമാകുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഈ വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് മറ്റു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, the adequacy of the God of grace, ആ നല്ലവനാകുന്ന കൃപാലുവാകുന്ന ദൈവം നമ്മുടെ പരിപാലകൻ എന്ന നിലയിൽ നമുക്ക് മതിയായവനാണ് എന്ന സന്ദേശമാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിലൂടെ പൗലോസ് നൽകുന്നത്. ഇവിടെ ഈ വിഷയം നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടതാകുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും ഭയാനകരമാകുന്ന ഒരു വാക്ക് ദൈവം പ്രതികൂലമാകുക എന്നുള്ളതാണ്. ഇസ്രായേല്യരോട് ദൈവം ആ ചില സന്ദർഭങ്ങളിൽ പറയുന്ന വാക്ക് പ്രവചന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്നു. ദൈവം പ്രതികൂലമായി തീർന്നപ്പോൾ ഒരു കാലത്ത് ഇസ്രയേലിന്റെ രാജാവായിരുന്ന ഒരു മനുഷ്യന്റെ ആ മിസറി, അവന്റെ മിസറബിൾ സ്റ്റേറ്റ് എന്തെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ അവസാന അധ്യായത്തിൽ. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത്? അതിന് കാരണം പൗലോസ് പറയുകയാണ്, ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ മുൻനിർണയിച്ചു, നമ്മെ വിളിച്ചു, നമ്മെ നീതീകരിച്ചു, നമ്മെ തേജസ്കരിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാ. നമുക്ക് പ്രതികൂലമായിരിക്കുന്ന യാതൊന്നിനും നമ്മളെ ആത്യന്തികമായി തകർക്കാൻ കഴിയത്തില്ല. കാരണം അവരോട് കൂടെ ഉള്ളവരെക്കാളും വലിയവൻ നമ്മോട് കൂടെയുണ്ട്. യെഹെസ്കേൽ അതാണ് യുദ്ധം ചെയ്യുവാനായിട്ട് പോയപ്പോൾ ഇസ്രായേലിനോട് പറയുന്നത്. അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, എന്നാൽ നമ്മോടുകൂടെ ആരുണ്ട്? യഹോവ നമ്മോടുകൂടെ ഉണ്ട്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ ഉണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവം നമുക്ക് അനുകൂലമാണോ? എങ്കിൽ പ്രതികൂലം ആർ? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ആ ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. 32-ാമത്തെ വാക്യത്തില് രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നതാകുന്ന ഒരു വിഷയം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? ഇവിടെ ദൈവത്തിന്റെ ആ പര്യാപ്തത, ദയാഡിക്വസി, ദൈവം മതിയായവനാണ്. എന്തിനു മതിയായവനാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. ഞാനത് വിശദീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആദ്യത്തെ ചോദ്യം പെട്ടെന്ന് പറഞ്ഞങ്ങ് മുൻപോട്ട് വരുന്നത്. ഈ കാര്യം അല്പം വിശദീകരണം വേണം. നമ്മുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം എന്താ? മതിയായവൻ. എന്തുകൊണ്ട് ദൈവം മതിയായവനാ? എന്തുകൊണ്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നൽകി തരുവാൻ മതിയായവനാ? അതിന്റെ കാരണം പൗലോസ് നൽകുന്നത് താൻ കാൽവറി ക്രൂശിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്താണ് താൻ പറയുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി
ഏൽപ്പിച്ചു തന്നവൻ. പ്രിയമുള്ളവരെ, ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പൗലോസ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഏറ്റവും വലുത് ദൈവം ചെയ്തെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്താ മതിയായവനാണെന്ന താൻ പറയുന്നതിന്റെ ലോജിക്ക്. അതുകൊണ്ടല്ലേ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അഭക്തർക്കു വേണ്ടി എന്ത് ചെയ്തു? തക്ക സമയത്ത് മരിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നിരന്ന ശേഷം എത്രയധികമായി കോപത്തിൽ നിന്നും നാം രക്ഷപ്പെടും. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവം എന്ത് ചെയ്തു? ഏറ്റവും വലുത് ദൈവത്തിന് ഒരു കാരണവശാലും നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ പാപികളായിരുന്ന, അഭക്തരായിരുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്ന, നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. ഇത് തന്നെയല്ലേ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യം. 22-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാം. അതിന്റെ 16-ാം വാക്യത്തിൽ, നിന്റെ ഏകജാതനാകുന്ന പുത്രനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഏറ്റവും വലിയ കാര്യം അബ്രഹാമിന് അത് കൊടുക്കാൻ എന്തില്ലായിരുന്നു? മനസ്സില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം അത് തന്നെയാണ്. ഒന്ന്, ദൈവം എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ്? ഒന്നാമത്തെ കാരണം, ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ആ പുത്രനെ നമുക്ക് വേണ്ടി തരുമ്പോൾ God literally went to his limit. ദൈവം തന്റെ, so to speak, തന്റെ ആ സീമ വരെയും പരിധി വരെയും അവിടുന്ന് ചെന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇനിയും ദൈവത്തിന് എന്തില്ല? തരാനില്ല. തന്റെ പുത്രനെ അല്ലാതെ എന്താ ദൈവത്തിന് തരാനായിട്ടുള്ളത്? ഏറ്റവും വിലയേറിയ, we will never understand how much it cost God. പിതാവാകുന്ന ദൈവത്തിന് എന്തു വിലയുണ്ടായിരുന്നു പുത്രനെ നമുക്ക് വേണ്ടി തന്നപ്പോൾ. അതത്ര വിലയേറിയ ദാനമായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ പുത്രൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോൾ പുത്രൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി ആ തിരുരക്തം നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ചിന്തപ്പെടുവാൻ പുത്രൻ അനുഭവിച്ച വേദന എന്തെന്നും നമ്മൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ദൈവം തന്റെ പുത്രനെ ആദരിക്കാതെ, God did not spare his son, ആദരിച്ചില്ല. പിന്നെയോ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ഏൽപ്പിച്ചു തന്നപ്പോൾ ദൈവത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതിൽ കൂടുതലായ ഒരു വില ചിന്തിക്കാനേ കഴിയത്തില്ല. അപ്പോൾ അത്ര വലിയ വില ദൈവം കൊടുത്ത് പുത്രനെ തന്നു, ഏൽപ്പിച്ചു തന്നു. ഇതേ പദം തന്നെയാണ്
യൂദായെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന പദം ഇത് തന്നെ, ഏൽപ്പിച്ചു കൊടുത്തെന്ന. യഹൂദന്മാര് കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് പിലാത്തോസിനോട് പറയുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് തന്നെയാണ്, ഏൽപ്പിച്ചു കൊടുത്തു. പിലാത്തോസ് ക്രൂശിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ യൂദാ കൊടുത്തെന്ന് പറയാം, യഹൂദന്മാര് കൊടുത്തെന്ന് പറയാം, പീലാത്തോസ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയാം. എന്നാൽ അവരാരുമല്ല കൊടുത്തതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു അനുഗ്രഹീതനാകുന്ന കർത്തൃദാസൻ ആ വിഷയത്തെക്കുറിച്ച് എഴുതിയത് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: Who delivered up Jesus to die? Not Judas for money, not Pilate for fear, not Jews for envy, but the Father for love. ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ ആരാണ് മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്? നാം പറയുകയാണ്, പണം കിട്ടാൻ വേണ്ടി യൂദാ അല്ല ഏൽപ്പിച്ചു കൊടുത്തത്. ഭയപ്പെട്ടുകൊണ്ട് പീലാത്തോസ് അല്ല ഏൽപ്പിച്ചു കൊടുത്തത്. അസൂയ നിമിത്തം യഹൂദന്മാരല്ല ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നെയോ സ്നേഹം നിമിത്തം പിതാവാകുന്ന ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോൾ ഒന്ന്, ഈ ദാനം നമുക്ക് തരുവാൻ ദൈവത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ദൈവം മതിയായവനല്ലേ? ഇതാണ് ലോജിക്ക്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാ? പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഈ പ്രത്യേക അവസ്ഥയിൽ അവനോടുകൂടെ സകലവും നൽകും എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, 30-ാം വാക്യത്തിൽ പറഞ്ഞ ആ അനുഗ്രഹീതമാകുന്ന നന്മകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിശ്ചയമായിട്ടും. അതായത് ദൈവം നമ്മളെ എന്ത് ചെയ്തു? മുന്നറിഞ്ഞു, മുൻ സ്നേഹിച്ചു, മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. അപ്പോൾ പുത്രനെ തന്നെങ്കിൽ, പുത്രനെ തന്ന് ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തെങ്കിൽ ഈ പറഞ്ഞ കാര്യം ദൈവം ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നു. 2, മത്തായിയുടെ സുവിശേഷം 6:33 നമുക്കറിയാം, നമ്മുടെ ടെമ്പറൽ നീഡ്സ്, താൽക്കാലിക ആവശ്യങ്ങൾ നൽകി തരുവാൻ ദൈവം എന്താണ്? വിശ്വസ്തന. നമുക്ക് ആ വാക്യം പരിചിതമാണല്ലോ. 6:33 എടുത്തൊന്ന് വായിച്ചേ പെട്ടെന്ന്. അതോടുകൂടെ ഇതൊക്കെ, സോ അവർ ടെമ്പറൽ നീഡ്സ്, താൽക്കാലിക ആവശ്യങ്ങൾക്ക് ദൈവം എന്താ? മതിയായവനാ. ദൈവം നിശ്ചയമായിട്ട് മതിയായവനാ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ള വേദഭാഗമായതുകൊണ്ടാണ് ഞാൻ അല്പം അവിടെ നിൽക്കുന്നത്. സകലവും തരാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞു, ഒന്ന്, നമ്മുടെ ആത്മീക വിഷയങ്ങൾ. നമ്മളൊരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ദൈവം ചെയ്യുവാൻ വിശ്വസ്തന, അത് ചെയ്യും. അതിന്റെ ഗ്യാരണ്ടിയാ പുത്രനെ ക്രൂശിൽ തന്നത്. പുത്രനെ ക്രൂശിൽ തന്നെങ്കിൽ അതാണ്, അതായത് പാപികളായിരിക്കുമ്പോൾ തന്നെ ആ ഭക്തർക്ക് വേണ്ടി മരിച്ചെങ്കിൽ നിരന്ന ശേഷം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. ആകട്ടെ, രണ്ടാമത് നമ്മൾ കണ്ടു നമ്മുടെ ആവശ്യങ്ങൾ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്, ആസക്തികളല്ല.
അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? God has promised to meet all our needs, not our lusts and wants. നമ്മുടെ ആവശ്യങ്ങൾ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ മഹത്വത്തിന് തക്കവണ്ണം എന്ത് ചെയ്യും? പൂർണ്ണമായി തീർത്തു തരും. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്കായി നാം കർത്താവിൽ എങ്ങനെ ആശ്രയിച്ചോ അതുപോലെ തന്നെ നാം ദിവസേന നമ്മുടെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ദൈവം തന്നതാകുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആശ്രയം എവിടെ ആയിരിക്കണമെന്നറിയാമോ? കർത്താവിലായിരിക്കണം. എൻ്റെ നീഡ്സ് സപ്ലൈ ചെയ്യുന്നത് ആരാ? എൻ്റെ കർത്താവാ. ഈ ബോധ്യമുള്ളത് കൊണ്ടാ പൗലോസ് ധൈര്യത്തോടെ പറയുന്ന ഒരു വാക്യം, ഫിലിപ്പി ലേഖനം 19-ാം വാക്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. എന്നാൽ 12-ാം വാക്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ പറയുന്നത് ഇങ്ങനെയാ: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും എന്താ മതിയാകുന്നു എന്ന് പറഞ്ഞാൽ, താഴ്ചയിൽ ഇരിക്കാൻ എനിക്കറിയാം, വിശന്നിരിക്കാൻ അറിയാം, നിറഞ്ഞിരിക്കാൻ അറിയാം. ഐ ആം കണ്ടന്റ് ഇൻ ഓൾ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം തന്ന സാഹചര്യത്തിൽ തൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് അറിയാം. അതാ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, അത് ഒരു പ്രബോധനവാക്യമായിട്ട് പറഞ്ഞു മുൻപോട്ട് പോകട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെന്നവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ പ്രതിഫലം തരുന്നത് ആരാന്നറിയാമോ? ദൈവമാ. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നത് ആരാ? ദൈവമാ. ഈ ബോധ്യം സകലർക്കും ഉണ്ടാകണം, ഇൻക്ലൂഡിങ് പാസ്റ്റേഴ്സ്. എന്താ ഞാനത് പറയുന്നത്? വേദപുസ്തകത്തില്, പുതിയ നിയമത്തിൽ യേശു കർത്താവ് കഴിഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു മാതൃക പൗലോസ്. ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫിലിപ്പി ലേഖനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താൻ പറയുന്ന ഒരു കാര്യം, അവർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: എന്റെ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് നിങ്ങളാ 1-2 പ്രാവശ്യം അയച്ചു തന്നത്. ഞാന് ആ പ്രദേശങ്ങളിൽ നിന്ന് പോന്നാറെ എന്റെ സന്ധാരണത്തിനായി വേറെ ആരും കൂട്ടായ്മ കാണിച്ചില്ല. വേറെ ഒരു സഭയില്ലായിരുന്നു. ഫിലിപ്പിയ സഭ, മക്കദോന്യ സഭകൾ മാത്രമേ ഉള്ളായിരുന്നു പൗലോസിനെ മിഷണറി സന്ധാരണത്തിൽ തന്നെ സഹായിപ്പാൻ. വേറെ ഒരു സഭയുമില്ലായിരുന്നു. കൊരിന്ത് സഭയുമില്ലായിരുന്നു, കൊലോസ്യ സഭയുമില്ലായിരുന്നു, റോമാ സഭയുമില്ലായിരുന്നു, ഒരു യെരുശലേമിലെ സഭയുമില്ലായിരുന്നു, അന്ത്യോക്യയിലെ സഭയുമില്ലായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു സഭ മാത്രം. പൗലോസ് അവരോട് പറയുക, ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് ഉണ്ട്. വായിച്ചിട്ടുണ്ടോ ആ വാക്യം? ഇപ്പം എനിക്ക് വേണ്ടുന്നത് പോലെ ഉണ്ട്. ഈ 4-ാമത്തെ അധ്യായത്തിൽ, അതിന്റെ ഫിലിപ്പി ലേഖനം 4-ന്റെ 18-ാം വാക്യത്തില് നോക്കണം: ഞാൻ മക്കദോന്യയിൽ നിന്ന് പോന്നാറെ നിങ്ങളല്ലാതെ വേറെ ആരും കൂട്ടായ്മ കാണിച്ചില്ല. ഒറ്റ സഭയുള്ളൂ, ഒറ്റ സഭ. ആ ഒറ്റ സഭയ്ക്ക് എഴുതുകയാ, ഇപ്പൊ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഒന്ന് ചിന്തിച്ചേ, ആകപ്പാടെ ഒരു സഭ സഹായിക്കാനുണ്ട്. ആ സഭയോട് പറയാ, എനിക്ക് ആവശ്യത്തിനുണ്ട്. പൗലോസ് ചിന്തിച്ചില്ലേ, എന്നാ ഫിലിപ്പിയിൽ എല്ലാവരും കൂടെ കമ്മിറ്റി കൂടിയ ചിന്തിക്കുക, പുള്ളിക്ക് ആവശ്യത്തിനുണ്ടല്ലോ, ഇനിയിപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചാലോ? അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയരെ, നമ്മുടെ ആവശ്യങ്ങളെ സന്ധിക്കുന്നത് മനുഷ്യരാരുമല്ല, ദൈവമാ. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം കേട്ടോ. അതുകൊണ്ട് തന്നെ
നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും ദൈവജനം ഇടപെടരുത്. നമ്മുടെ വിശ്വാസത്തെ സന്ധി ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും ദൈവജനത്തിന് ഇടപെടുവാൻ പ്രമാണമില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങളെ സപ്ലൈ ചെയ്യുന്നത് ആരാ? ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങളെ സപ്ലൈ ചെയ്യുന്നത്. അതാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം മതിയായവനാണെന്ന് സാരം. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു പുതിയ അറിവാകാം. എനിക്കൊരു പുതിയ അറിവായിരുന്നു ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ദൈവത്തിന്റെ ആഡിക്വസിയെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേല്യരോട് ദൈവം പറയുന്ന ആദ്യത്തെ, അവർക്ക് സിനായിൽ വെച്ച് അവർക്ക് കൽപ്പന കൊടുക്കുമ്പം ആദ്യത്തെ കൽപ്പന എന്താണെന്നറിയാമോ? ആദ്യത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര പ്രാധാന്യത്തോടെ ഈ കാര്യം പറയുന്നത്? ഞാൻ വ്യക്തമാക്കാം. എല്ലാവരും എന്റെ ഒപ്പം ശ്രദ്ധിക്കണേ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് പുതിയ അറിവാകാം, അല്ലായിരിക്കാം. എനിക്ക് പുതിയ അറിവായിരുന്നു. എന്തുകൊണ്ടാ ദൈവം ഇത്ര പ്രാധാന്യത്തോടെ ഇത് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. ദൈവം അവരോട് പറയുന്ന ഒരു കാര്യം, there shall be no God besides me. ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ കാരണം എന്തുവാ? ഞാൻ സകലത്തിനും എന്താ? മതിയായവനാ. എന്തുകൊണ്ടാണ് ഇത് ദൈവം പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇവര് പാർത്ത മിസ്രയീമിലും ഇവർ ചെന്നു ചേരാൻ പോകുന്ന കനാൻ ദേശത്തും അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടുത്തെ സവിശേഷത, ഓരോ കാര്യത്തിനും ഓരോ ദൈവങ്ങളുണ്ട്. ഫലഭൂയിഷ്ടി നൽകുന്ന ഒരു ദൈവം. ആ ദൈവത്തെ പ്രസാദിപ്പിച്ചാലേ വിളവൊക്കെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം. ആ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്കിലേ ആ കാര്യം നന്നായി പോകത്തുള്ളൂ. ഇതൊരു നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന, എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ, ഇന്ത്യയിൽ നിന്ന് വരുന്ന നമുക്കിത് പുതുമയല്ല. ഒത്തിരി ദൈവങ്ങളുണ്ട്. ഓരോ കാര്യത്തിനും ഏതാവശ്യത്തിനും പല പല ദൈവങ്ങൾ ഉണ്ട്. അപ്പൊ ഈ പല പല ദൈവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് എപ്പോഴും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു. പല കാര്യത്തിനു വേണ്ടിയും പല ദൈവങ്ങളെ ഇവർ ആശ്രയിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണേ, ഇവർ യഹോവയെ പരിപൂർണമായി ഉപേക്ഷിച്ചു എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അവരുടെ ഭാഗത്തു നിന്ന്, അല്ലെ അവരുടെ ചിന്താഗതിയിൽ നിന്ന് അവരങ്ങനല്ല ചെയ്തത്. അവരുടെ ചിന്താഗതി ഞാൻ പറയുന്നേ, യഹോവ അവരുടെ ദൈവമായിരുന്നു. ദൈവം ആയിരിക്കുമ്പോൾ തന്നെ മറ്റു പലതിനു വേണ്ടിയും പല ദൈവങ്ങളെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആശ്രയിക്കാൻ തുടങ്ങി. യെരമ്യാവിന്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വായിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. അവിടെ യെരമ്യാവിന്റെ പ്രവചനത്തിലും എസെക്കിയേലിന്റെ പ്രവചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്ന ദർശനം. എസെക്കിയേലിന്റെ പ്രവചനത്തിലാ. എസെക്കിയേൽ കാണുന്ന ഒരു ദർശനമുണ്ട്. യഹൂദയിൽ ഉള്ളതാകുന്ന സ്ത്രീകള് കരഞ്ഞുകൊണ്ടിരിക്കുക. ആകാശത്തിലെ രാജ്ഞിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. പദം പറഞ്ഞ് കരയുന്നത് എന്താണെന്നറിയാമോ? അയ്യോ, അന്ന് ആ രാജ്ഞിയെ സേവിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പത്തിനൊന്നും ഒരു മുടക്കവും ഇല്ലായിരുന്നു. അപ്പം അപ്പം കൊടുക്കുന്ന രാജ്ഞിയായിരുന്നത്, അതായിരുന്നു ദൈവം. അങ്ങനെ അനേക ദൈവങ്ങൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഇവിടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ യഹോവയാകുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു കാര്യത്തിനും ഒരിടത്തും പോകേണ്ട സർവശക്തനാകുന്ന ദൈവം സകലത്തിനും മതിയായവനാണ്. അതാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും ഒരിടത്തും പോകേണ്ട ദൈവ സാന്നിധ്യത്തിൽ വന്നാ മതി എന്ന് സാരം. അതല്ലേ പഴയ കാലത്തെ പാട്ടിൽ നമ്മൾ വായിക്കുന്നത്, തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം. എന്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു എങ്കിൽ, അങ്ങനെ സ്നേഹിച്ച് നമ്മെ അവിടുത്തെ മക്കളാക്കിയെങ്കിൽ, ധൈര്യത്തോടെ നേരിട്ട് ദൈവസന്നിധാനത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ ഉണർത്തിപ്പാനുള്ള ആ ധൈര്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. ആരോടും ഫോൺ ചെയ്ത് പറയാൻ പോകേണ്ട ആവശ്യമില്ല, ഒരിടത്തും ഓടേണ്ട ആവശ്യമില്ല. ഈ ബോധ്യം നമുക്കുണ്ടാകണം, എന്റെ ദൈവം സകലത്തിനും മതിയായവനാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഓൾ തിങ്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾ ആ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ ഈ ഓൾ തിങ്സ് എന്ന് പറയുമ്പോൾ, സകലവും എന്ന് പറയുമ്പോൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് കൂട്ടിവെക്കാനുള്ള വാക്യമല്ലിത്. നേരെ മറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന സകലവും അനുഭവിക്കണമെങ്കിൽ ചിലതൊക്കെ കൈവിട്ട് കളയാൻ നമ്മൾ മനസ്സാകണം, അല്ലാതെ പറ്റുകയില്ല. ഞാൻ വിശദീകരിക്കാം. പ്രിയമുള്ളവരെ, ഇത് ഈ വേദഭാഗത്തിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ പൊതുവായ കാര്യമായി ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഈ വേദഭാഗത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ചാൽ, അതായത് 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ദൈവം നമ്മളെ എന്തിനു വേണ്ടി വേർതിരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തിനാണ് വേർതിരിച്ചത്? വേർതിരിച്ചതിന്റെ കാരണമായിട്ട് എഴുതിയിട്ടുണ്ട്, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം, പുത്രൻ സകലത്തിലും സകലവുമാകണം. ഈ ദൈവത്തെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യാനാണ് ദൈവം നമ്മെ വേർതിരിച്ചതെങ്കിൽ, ഇവിടെ സകലവും നൽകാതെ ഇരിക്കുമോ എന്ന വാക്കിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തെ അറിയുവാനും നിത്യമായി ആസ്വദിക്കുവാനും എന്തൊക്കെ നമുക്കിവിടെ ആവശ്യമാണോ അത് മുഴുവൻ ദൈവം നമുക്ക് തരും. എന്നാൽ ഈ ദൈവത്തോടൊപ്പം നിത്യമാകുന്ന കൂട്ടായ്മയ്ക്ക് എന്തൊക്കെ തടസ്സമാകുമോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തുമില്ല. ഇതാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. നിത്യതയുടെ വെളിച്ചത്തിലാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ദൈവത്തെ ആസ്വദിക്കുവാൻ, ദൈവത്തോട് ചേരുവാൻ, ദൈവവുമായിട്ട് നിത്യമാകുന്ന കൂട്ടായ്മ പുലർത്താൻ ഇവിടെ എന്തൊക്കെ നമുക്ക് ആവശ്യമാണോ അതൊന്നും ദൈവം നമുക്ക് ഡിനേ ചെയ്യുകയില്ല. എന്നാൽ അതിനെന്തൊക്കെ തടസ്സമാകുമോ അത് മുഴുവൻ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സകലവും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സ്തോത്രം. അടുത്ത വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം 33-ാം വാക്യം ഒന്ന് വായിക്കാം. യെസ്. മതിയാവും. അതായത് ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു കോടതിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഇവിടെ പൗലോസ് പറയുന്നത് ഇതാണ്: ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, എന്നാൽ ആർ നമ്മെ കുറ്റം ചുമത്തും? കുറ്റം ചുമത്താതിരിക്കാനുള്ള കാരണങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. കാരണം ആ കോടതിയിൽ നമുക്ക് നല്ലൊരു കാര്യസ്ഥനായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട്, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് നല്ല കാര്യസ്ഥനായി അവിടെയുണ്ട്. ആർ നമ്മെ കുറ്റം ചുമത്തും എന്ന് മാത്രം പൗലോസ് ചോദിച്ചിരുന്നെങ്കിൽ അനേക ഉത്തരങ്ങൾ അതിന് കൊടുക്കാൻ കഴിയും. നമ്മളെ കുറ്റം ചുമത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസാക്ഷി തന്നെ നമ്മെ കുറ്റം ചുമത്തിയെന്നിരിക്കും. രണ്ട്, രാപകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്ന അപവാദിയാകുന്ന പിശാച് എന്ത് ചെയ്യുക? എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവരെല്ലാം കുറ്റപ്പെടുത്തിയാലും ആർക്കും നമ്മെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമ്മെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? നമ്മൾ കണ്ടു, റോമാലേഖനം തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം നമ്മെ നീതീകരിക്കുന്നതെന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം, ക്രിസ്തു യേശു മരിച്ചവൻ. 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്: ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് നമ്മെ ആർക്കും ശിക്ഷ വിധിക്കുവാൻ കഴിയുകയില്ല? അതിന്റെ കാരണമായിട്ട് പൗലോസ് പറയുകയാണ്, നീതീകരിക്കുന്നവനാകുന്ന ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് നമ്മെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. Galatians 3:13. 3:13. ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. അപ്പൊ നമ്മൾ അനുഭവിക്കേണ്ടത് കർത്താവ് അനുഭവിച്ചു. അതുകൊണ്ട് നമ്മെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല?
ശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. ഒന്ന്, ക്രിസ്തുയേശു മരിച്ചവൻ. രണ്ടാമത്തെ കാരണം പൗലോസ് അവിടെ പറയുന്നത്, ക്രിസ്തുയേശു മരിക്കുക മാത്രമല്ല, ക്രിസ്തുയേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമാലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടേണ്ടതിനായി തന്നെ. അപ്പോൾ നമ്മുടെ നീതീകരണത്തിനായി കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമ്മെ ശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. മൂന്നാമത്തെ കാരണം അതേ വാക്യത്തിൽ തന്നെ നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്, അവിടുന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തുയേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്? ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ വ്യക്തമാകും. 1-2 വാക്യം പെട്ടെന്ന് വായിക്കാം. ഇത് നമ്മൾ സാധാരണയായിട്ട് വായിക്കുന്ന വേദഭാഗങ്ങളല്ലല്ലോ, അതുകൊണ്ട് വായിച്ച് മുൻപോട്ട് പോകാം. എബ്രായർ 1:3, 10:11 ദയവായിട്ടൊന്ന് വായിക്കാം. എബ്രായർ 1:3. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാവങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. നോക്കുക, കർത്താവ് എന്ത് ചെയ്തു? ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ the work of Jesus Christ is finished. അത് തീർന്നു, അത് സമ്പൂർണമായി. ഇനിയും അതിന്റെ കൂടെ ഒരഡീഷന്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് ഇരിക്കുന്നു. എബ്രായ ലേഖനം 10:11. ദിവസേന ശുശ്രൂഷിച്ചും പാവങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെന്താ ചെയ്യുന്നത്? നിൽക്കുന്നു. യേശുവോ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. നോക്കിക്കേ, അപ്പോൾ യേശു എന്ത് ചെയ്തു? പാപങ്ങൾക്ക് ആ യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം, ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ച് മുൻപോട്ട് പോകുക. ഫിലിപ്പിയർ 2:9 ഒന്ന് വായിച്ചേ. നോക്കുക, കർത്താവ് അവിടെ ഇരിക്കുന്നെന്ന് മാത്രമല്ല, നോക്കണം, കർത്താവ് മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. എന്തുകൊണ്ട് നമ്മെ ആർക്കും കുറ്റം വിധിപ്പാൻ, ശിക്ഷ വിധിപ്പാൻ കഴിയത്തില്ല? കാരണങ്ങളാണ് ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. 2, കർത്താവ് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി. 3, കർത്താവ് തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നതിന്റെ അടയാളമായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 4-മതായിട്ട് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, സകല നാമത്തിനും മീതെയുള്ള ശ്രേഷ്ഠമാകുന്ന നാമം ദൈവം അവന് നൽകി. ദ സുപ്രീം അതോറിറ്റി ആൻഡ് ഓണർ. അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2:33, 5:3, 31. അപ്പോസ്തല പ്രവൃത്തി 2:33, 5:31. ആരോപണം ചെയ്ത് പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പിന്നെ 5:31. 5:30. നോക്കുക, അപ്പോൾ ഇപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യുന്നു? 1, തന്റെ രക്ഷണീയ വേല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്തുകൊണ്ട് ആർക്കും നമ്മെ കുറ്റം വിധിക്കാൻ കഴിയില്ല? കാരണങ്ങൾ: യേശു നമുക്ക് വേണ്ടി മരിച്ചു, യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇനി അത് മാത്രമല്ല, അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു?
പക്ഷവാദം ചെയ്യുന്നു. 1 യോഹന്നാൻ 2:1. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുന്നു എങ്കിൽ നീതിമാനായ യേശു എന്ന ഒരു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. ഒരു കാര്യസ്ഥനായിട്ട് മാത്രമല്ല, നല്ല ഒരു പുരോഹിതനായിട്ട് അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. എബ്രായ ലേഖനം 7:23. ആ വാക്യം കൂടെ വായിച്ചു. എബ്രായർ 7:23 താഴോട്ട്. അവർക്ക് നിലനിൽക്കാൻ മുടക്കം വരികയുണ്ട്. പുരോഹിതന്മാരായിത്തീരുന്നവർ അനേകരാകുന്നു. ഇവന് എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട്. ഇവനോ അങ്ങനല്ലേ? ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട്. നോക്കുക, എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് അവിടുന്ന് എന്താണ്? മാറാത്ത പൗരോഹിത്യം. അതുകൊണ്ട് നമുക്കുള്ള പ്രിവിലേജ് എന്താ? എബ്രായർ 4:15 മുതൽ അല്ലേ? തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനു വേണ്ടി ധൈര്യത്തോടെ കൃപാസനത്തിങ്കലോളം അടുത്ത് ചെല്ലാം. പ്രിയമുള്ളവരെ, ആർക്കും നമ്മെ കുറ്റം വിധിക്കാൻ കഴിയും? ആർക്കും കഴിയത്തില്ല. എന്തുകൊണ്ടാ? എന്റെ ഗുണം കൊണ്ടാണോ? അല്ല. പിന്നെയോ, എന്റെ പൊന്നു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പൊന്നു കർത്താവ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നല്ല പുരോഹിതനായി അവിടെ ഉള്ളത് കൊണ്ട് പിശാച് നമ്മളെ ഒരു ഗിൽറ്റ് ട്രിപ്പിൽ കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കും. ഇല്ലേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ചിന്തിച്ചില്ലേ, ഇതെല്ലാം. അപ്പൊ അവനോട് പറയണം, യെസ്, അതൊക്കെ ചെയ്തു. പക്ഷെങ്കിൽ എന്റെ പൊന്നു കർത്താവിനോട് ഞാൻ പറഞ്ഞപ്പം അവിടുത്തെ പൊന്നു രക്തം എന്റെ ഹൃദയത്തിൽ പിന്നെയും തളിച്ച് എന്നെ അവിടുത്തെ സന്നിധാനത്തിൽ കുറ്റമില്ലാത്തവനായി നിനക്കെന്നെ വിധിപ്പാൻ കഴിയാത്തതുപോലെ എന്നെ ആക്കി തീർത്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയണം. നീതീകരിക്കുന്നവൻ ദൈവം. ആർക്കാ കുറ്റം വിധിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാ കുറ്റം വിധിക്കാൻ കഴിയാത്തത്? അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു. സ്തോത്രം. ഇതുകൊണ്ടാണ് നമ്മെ ശിക്ഷ വിധിപ്പാൻ ആർക്കും കഴിയാത്തത്. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവസാനത്തെ ചോദ്യം, അത് പെട്ടെന്നൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബാക്കി വരുന്ന കാര്യം അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അവസാനത്തെ ചോദ്യം പൗലോസ് പറയുന്നത് 35-ാമത്തെ വാക്യം. നോക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച വിഷയവുമായിട്ട് വളരെ ചേരുന്നതാണ്. പൗലോസ് ആ ചോദ്യം ചോദിച്ചിട്ട് തല ഉയർത്തി നോക്കുകയാണ്. He challenges the whole universe. Who can separate us from the love of Christ? ആർക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയും? ചുറ്റും നോക്കുകയെ ആൻസറിന് വേണ്ടി. ഒരു ഉത്തരവും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പം താൻ തന്നെ ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സാമ്പിൾ ലിസ്റ്റ് ആദ്യം കൊടുക്കുകയാണ്. ആ 35-ാമത്തെ വാക്യത്തിൽ തന്നെ 7 സാധ്യതകളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. 7 സാധ്യതകൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ആർക്കാ കഴിയുന്നത്? അല്പം ഒന്ന് പോസ് ചെയ്തിട്ട് താൻ തന്നെ പറയുകയാണ് 7 സാധ്യതകൾ. ആദ്യത്തെ 3 ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, കഷ്ടതയോ സങ്കടമോ ഉപദ്രവം.
ഈ 3 കാര്യങ്ങൾ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ക്രിസ്ത്യൻ സഫറിങ്സ്. ബാക്കി കാര്യങ്ങൾ പിന്നെ വരുന്നുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം നിൽക്കുന്നത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന അസൗകര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതായത് ഈ 3 കാര്യങ്ങൾ താൻ പറഞ്ഞേച്ച് നമുക്ക് പ്രതികൂലമായിരിക്കുന്ന, ദൈവമക്കൾക്ക് മക്കളെ വെറുക്കുന്ന ലോകത്തിന്റെ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞേച്ച് ഇതിന് നമ്മെ വേർതിരിക്കാൻ കഴിയുമോ? 2, അടുത്തതായിട്ട് താൻ പറയുന്നത് പട്ടിണിയോ നഗ്നതയോ. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഫുഡ്, ഭക്ഷണത്തിന്റെ കുറവ്, ഭക്ഷണമില്ലായ്മ. നഗ്നത എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലോത്തിങ്, വസ്ത്രമില്ലായ്മ. എന്നാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗിരിപ്രഭാഷണത്തിൽ ഈ 2 കാര്യങ്ങളും കർത്താവ് എന്ത് ചെയ്തു? പ്രോമിസ് ചെയ്തതാ. എന്നോ ഉടുക്കുമെന്ന് വിഷമിക്കേണ്ട, എന്നോ തിന്നുമെന്നും വിഷമിക്കേണ്ട, ശരീര ഉടുപ്പിനേക്കാളും വിലയേറിയതല്ലേ, പിന്നെ ജീവൻ ഭക്ഷണത്തെക്കാളും വിലയേറിയതല്ലേ. അതുകൊണ്ട് എന്നിട്ട് പറയാ, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, പിന്നെ വയലിലെ താമരയെ നോക്കുവിൻ. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ചേർത്ത് വെക്കുന്നില്ല. വയലിലെ താമര ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇങ്ങനെ ചമഞ്ഞിരുന്നില്ല. അവയെ ദൈവം ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. എന്നാ പൗലോസ് ഇതേ കാര്യം എടുത്തേച്ച് the absence of the very thing the Lord has promised. ശ്രദ്ധിക്കണേ, കർത്താവ് വാഗ്ദത്തം ചെയ്ത ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള തരാമെന്ന് പറഞ്ഞ കാര്യം ഇല്ലെങ്കിലോ അപ്പോഴും ഞാൻ കർത്താവിനെ സ്നേഹിക്കുമോ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സ്നേഹമെന്ന് പറഞ്ഞാൽ സെന്റിമെന്റ് അല്ല. ലവ് ഈസ് നോട്ട് എ മിയർ സെന്റിമെന്റ്. ലവ് ഈസ് ബിയോണ്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗാഡ്. Treasuring him, valuing him, delighting in him, enjoying him more than anything he can give. അവിടുന്ന് തരാൻ കഴിയുന്ന സകല ദാനങ്ങളെക്കാളും ഉപരിയായി അവിടുത്തെ സ്നേഹിപ്പാൻ കഴിയുക, അതാ സ്നേഹം. അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ ആസ്വദിപ്പാൻ കഴിയുക, അവിടുത്തെ ആസ്വദിക്കുകയും അവിടുത്തെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും അവിടുന്ന് സകലവുമായിരിക്കുന്ന അവസ്ഥയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. അതല്ലേ യോബിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ പരീക്ഷയിൽ സകലവും എടുത്തു കളഞ്ഞപ്പം യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നോക്കിയ അതാ സ്നേഹം. പൗലോസ് പറയുക, ഇതിന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുമോ? പിന്നെ അടുത്തത് ആപത്തോ വാളോ. ആപത്തോ വാളോ, അപകടം, അതിന് സാധ്യതയുണ്ട്, അപകടത്തിന് സാധ്യതയുണ്ട്. വചനം പഠിപ്പിക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ കേട്ടു ഒരു പ്രസംഗൻ സ്റ്റേജിൽ നിന്ന് പറയുക, ഒത്തിരി ദൈവമക്കള് കാർ ആക്സിഡന്റിൽ ചാകുന്നു. ആക്സിഡന്റിന്റെ ഒരു പ്രത്യേക വ്യാപാര ശക്തി നമ്മുടെ കേരളത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നത്തിങ്, അങ്ങനെയല്ല. പൗലോസ് വചനം പറയുകയാണ്, ആപത്തോ. ഇന്ന് തിരിച്ചു പോകുമ്പോ വീട്ടിൽ ചെല്ലുമെന്നതിന് ഗ്യാരണ്ടി ഒന്നുമില്ല, ആരും പേടിക്കണ്ട, ഉള്ളതാ പറയുന്നത്, ആരും പേടിക്കണ്ട, സത്യമായി പറയുന്നത്. ആപത്തോ, പിന്നെ വാളോ. ഒരുപക്ഷെ അത് രക്തസാക്ഷിത്വത്തിന്റെ വാളാകാം, അത് തന്നെയാകാൻ സാധ്യത. കാരണം അടുത്ത വാക്യം
കോട്ട് ചെയ്യുന്നത് 44-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യം. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, വറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇത് യഹൂദന്മാർ ദൈവത്തോട്, ഞാൻ ആ വാക്കുകളെ അവസാനിപ്പിക്കാം, പറയുന്ന, ഇസ്രായേലിന് പറയുന്ന ഒരു ഗീതം, അവർ പാടുന്ന ഒരു ഗീതമാണ്. അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കി. എടുത്തവരൊന്ന് ശ്രദ്ധിച്ചേ, പെട്ടെന്ന് നിർത്താം. 44-ാം സങ്കീർത്തനം 22-ാം വാക്യത്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യം, അതിന്റെ മുകളിൽ പറഞ്ഞേക്കുന്ന 19-ാം വാക്യം, അതിന്റെ 19-ാം വാക്യം, 19. ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തെറ്റുകൊണ്ടൊന്നും അല്ലിത് സംഭവിച്ചത്. ഞങ്ങളുടെ ഹൃദയം പിന്തിരികയോ വിട്ടുമാറുകയോ ചെയ്തിരുന്നുവെങ്കിൽ ചെയ്തിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ എന്ത് ചെയ്തില്ല, ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യാതിരുന്നിട്ടും നിന്റെ നിമിത്തം ഞങ്ങൾ എന്ത് ചെയ്യുക? ആടുകളെ പോലെ, അറുക്കാനുള്ള ആടുകളെ പോലെ എണ്ണുകയാ. അപ്പൊ ആപത്തോ വാളോ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ടെസ്റ്റ് അതാ. രക്തസാക്ഷിയായി മരിക്കാൻ തയ്യാറായാൽ, അതിന് ഇടയായാലും അതിന് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന, പൗലോസ് പറയുക, ഇതിനൊന്നിനും ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. താഴോട്ട് പിന്നെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും തന്നെ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ശിക്ഷാവിധിയുമില്ലെന്നും പറഞ്ഞ് ആരംഭിച്ച് അവസാനിക്കുന്നത് ഇനിയും വേർപാടില്ല, നമ്മുടെ കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുന്നു. നമ്മുടെ ഭാഗ്യാവസ്ഥ എത്ര വലുതാ! നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് ദൈവത്തിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മെല്ലാവരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ്.